പ്രൈംസിൻ്റെ ടോപ്പിക് നമുക്ക് കുറേയൊക്കെ അറിയുന്നതാണ്, നമ്മൾ മാത്സിൻ്റെ ബേസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ മെയിനായിട്ട് 2 കാറ്റഗറീസ് ഓഫ് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ മെത്തേഡ്സ് പറയാം. ഒന്ന് അസിമെട്രിക് മെത്തേഡും ഒന്ന് സിമെട്രിക് മെത്തേഡും. അതിൽ തന്നെ സിമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം സെറ്റ് ഓഫ് കീസ് ആയിരിക്കും ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. ഇനി അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സിമെട്രിക്കിന് അപ്പോസ് അല്ല അവിടെ നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സിൽ, അതായത് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി മെത്തേഡ്സിൽ നമ്മൾ കൂടുതലായിട്ടും കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ അൽഗോരിതംസിലെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രൈംസിനെ യൂസ് ചെയ്തിട്ടായിരിക്കും. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഫസ്റ്റ് ഈസ് നമ്പർ 1. അപ്പോൾ അതിന് 1ൻ്റെ ഡിവൈസർ 1 മാത്രമേ ഉള്ളൂ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൈം. പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് എക്സാക്ട്ലി 2 ഡിവൈസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് ആ നമ്പറും ഒന്ന് 1ഉം. നെക്സ്റ്റ് കാറ്റഗറി ഇസ് കോമ്പോസിറ്റ്. ദാറ്റ് മീൻസ് മോർ ദാൻ 2 ഡിവൈസേഴ്സ്. അപ്പോൾ 2ൽ കൂടുതൽ ഡിവൈസേഴ്സ് പോസിബിൾ ആയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കൺസേൺ ഉള്ള ഒരു ടേം എന്ന് പറഞ്ഞാൽ പ്രൈംസ് മാത്രമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പ്രൈം ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 2 നമ്പേഴ്സ് വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2 ഇൻറ്റിജേഴ്സ്. 1 എന്ന് പറഞ്ഞ നമ്പർ വെച്ചും അതുപോലെ തന്നെ ആ നമ്പർ കൊണ്ടും. അപ്പോൾ ഒരു നമ്പർ പ്രൈം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 7 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 7നെ 1 കൊണ്ടും 7 കൊണ്ടും മാത്രമേ നമുക്ക് ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റൂ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് ഇൻറ്റിജർ വിത്ത് മോർ ദാൻ 2 ഡിവൈസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ നമുക്ക് 1 വെച്ചും ആ നമ്പർ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇൻറ്റിജർ 1 നമുക്ക് 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. ഈ പ്രൈം ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 2, 3, 5 ആൻഡ് 7. ഈ നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് ടേം എന്ന് പറഞ്ഞാൽ കോപ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയും. അപ്പോൾ 2 ഇൻറ്റിജേഴ്സ് എയും ബിയും കോപ്രൈം ആണ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആണ് നമുക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ GCD ഓഫ് A, B = 1 എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് 2 ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോപ്രൈം. നമ്മുടെ ചില അൽഗോരിതംസിലൊക്കെ ഈ കോപ്രൈം എന്ന് പറഞ്ഞൊരു ടേം വരികയും ചെയ്യും. അങ്ങനെ കമ്പ്യൂട്ടേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ഇനി നമ്പർ 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ ഇൻറ്റിജേഴ്സുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമാണ്. എന്തുകൊണ്ടായിരിക്കും? ഏതൊരു നമ്പർ എടുത്താലും GCD ഓഫ് ആ നമ്പറും 1 നമ്മൾ കൺസിഡർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 1. അതുകൊണ്ടാണ് നമ്പർ 1 ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എനി ഇൻറ്റിജർ. ഇനി P എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 മുതൽ P-1 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ കൺസിഡർ ചെയ്താൽ അതെല്ലാം ഈ P-യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. കുറച്ചുകൂടി ക്ലിയർ ആവാൻ നമുക്ക് P എന്ന് പറഞ്ഞ പ്രൈം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് 5 കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 to P-1 എന്തായി? 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ്. സോ 1, 2, 3, 4. ഇനി ഓരോ നമ്പേഴ്സും എടുത്ത് നമ്മൾ 5 അതായത് നമ്മുടെ പ്രൈമുമായിട്ട് GCD ചെക്ക് ചെയ്ത് നോക്കുക. GCD ഓഫ് 1, 5 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. GCD ഓഫ് 2, 5 1 ആയിരിക്കും. GCD ഓഫ് 3, 5 എടുത്താലും 1 ആണ്. GCD ഓഫ് 4, 5 എടുത്താലും 1 ആണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ എടുത്താൽ 1 മുതൽ P-1 വരെയുള്ള ഏത് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ നമ്പേഴ്സും Pയും തമ്മിലുള്ള GCD നമ്മൾ കണ്ടുപിടിച്ചാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 1. GCD 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ നമ്മൾ പറഞ്ഞത്? ദാറ്റ് 2 നമ്പേഴ്സ് ആർ കോപ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ അതാണ് ഈ ഒരു ടേമിൻ്റെ മീനിങ്. P എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ ആണെങ്കിൽ 1 മുതൽ P-1 വരെയുള്ള ഏത് നമ്പർ എടുത്താലും ദേ ആർ ഓൾ റിലേറ്റീവ്ലി പ്രൈം ടു P. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ GCD ചെക്ക് ചെയ്ത് നോക്കി 1 ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത്. നമ്മൾ റിസർട്ടീവ് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ZN എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ശരിക്കും ZN എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എലിമെൻറ്റ്സ് തന്നെയാണ് അതിൽ വരിക. ZN എന്ന് പറഞ്ഞാൽ 1 മുതൽ N-1 വരെയുള്ള എല്ലാ നമ്പേഴ്സും ആയിരിക്കും ZN എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പേഴ്സ്. ഇനി നമ്മൾ ZN സ്റ്റാർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഓൾ റിലേറ്റീവ്ലി പ്രൈം ടു N. അപ്പോൾ ZNൽ 1 മുതൽ N-1 വരെ എല്ലാം ഉണ്ട്. അതിൽ തന്നെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെറ്റാണ് ZN സ്റ്റാർ. ഇനി ഈ N വനം നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഒരു പ്രൈം ആണെങ്കിൽ നമ്മൾ അതിനെ P വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ZP സ്റ്റാർ നമുക്ക് ആ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇൻ ദാറ്റ് കേസ് ദിസ് P അല്ലെങ്കിൽ N നമ്മൾ യൂസ് ചെയ്യുന്ന P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി എ പ്രൈം. അപ്പോൾ ZN എന്ന് പറഞ്ഞാൽ അതിൽ 1 മുതൽ N-1 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടായിരിക്കും. അതാണ് ZN എന്ന് പറഞ്ഞ സെറ്റ്. ഇനി ZN സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ ZNൽ ഉണ്ടായിരുന്ന 1 to N-1ൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായി? ZN സ്റ്റാർ കിട്ടി. ഇനി N പറഞ്ഞാൽ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ വേണമെങ്കിലും ആവാം. ഇനി അതൊരു പ്രൈം നമ്പർ ആവുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ സെറ്റ് ZP സ്റ്റാർ. നെക്സ്റ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് പ്രൈംസ്. ഇപ്പോൾ നമ്പർ ഓഫ് പ്രൈംസ് നമുക്കറിയാം ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാളും താഴെ നമുക്ക് ഇത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
pi of n. It is defined and that finds a number of primes smaller than or equal to n. pi of 1 ആണെങ്കിൽ 0 1 താഴെയുള്ള പ്രൈം ഒന്നും ഇല്ല നമുക്കറിയാം. 2ൽ താഴെ പ്രൈം ഒന്നുമില്ല, പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പോൾ 2 നമുക്ക് കൺസിഡർ ചെയ്യാം, അതുകൊണ്ട് 1 വന്നു. പിന്നെ അങ്ങനെ ലെസ് ദാൻ ഓർ നമ്പേഴ്സോട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് കറക്റ്റായിട്ടൊരു ആക്ച്വൽ ഇൻഡിജർ വാല്യൂ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അപ്രോക്സിമേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോസ് ആണ് ഇതിൻ്റെ ഈ അപ്പർ ലിമിറ്റ് ഐഡൻറ്റിഫൈ ചെയ്തത്, അതുപോലെ ലഗ്രാഞ്ച് ആണ് ലോവർ ലിമിറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേം അറിഞ്ഞിരിക്കുക. പൈ ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫൈൻഡ്സ് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ എന്നിനേക്കാളോ എന്നിനൊപ്പോ അല്ല എന്നേക്കാളോ ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ കൗണ്ട് അത് ഏത് റേഞ്ചിനുള്ളിൽ കിടക്കണം? n/log n ഇവിടെ n/log n മൈനസ് 1.08366. അപ്പോൾ ഈ രണ്ട് റേഞ്ചിനുള്ളിൽ കിടക്കുന്നതായിരിക്കും പൈ ഓഫ് എന്നിൻ്റെ വാല്യൂ. നെക്സ്റ്റ് ഈസ് ചെക്കിംഗ് ഫോർ പ്രൈംനെസ്. അപ്പോൾ നമുക്കൊരു നമ്പർ തന്നു, അല്ലെങ്കിൽ നമ്പർ കിട്ടി, നമുക്കത് എങ്ങനെ പ്രൈം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ അപ്രോച്ചാണ് സെക്കൻഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. We need to see if the number is divisible by all primes less than root n. നമുക്ക് തന്ന n ആണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, റൂട്ട് n കണ്ടുപിടിക്കണം. ഈ റൂട്ട് n കണ്ടുപിടിച്ചിട്ട് നമ്മുടെ നമ്പർ വെച്ച് ഈ റൂട്ട് n-നേക്കാളും താഴെയുള്ള എല്ലാ പ്രൈംസും കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഇസ് പ്രൈം. അപ്പോൾ ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഏറ്റവും ബേസിക് അപ്രോച്ചായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കാണാം. ഈസ് 97 എ പ്രൈം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് 97 കണ്ടുപിടിക്കണം. നമുക്കറിയാം 9 × 9 നമുക്ക് 81 കിട്ടും. അപ്പോൾ 10 × 10 ആകുമ്പോൾ 100 ആയി. അപ്പോൾ നമുക്ക് 9 പോയിന്റ് സംതിങ് ആയിരിക്കും ഇതിൻ്റെ റൂട്ടിൽ കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു, 9 കിട്ടി. ഇനി ഇതിനേക്കാളും ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 2, 3, 5 and 7. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 97 എടുത്ത് ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. സോ വി നീഡ് ടു സീ ഇഫ് 97 ഇസ് ഡിവിസിബിൾ ബൈ എനി ഓഫ് ദീസ് നമ്പേഴ്സ്. ഇനി അങ്ങനെ ഡിവിസിബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് പ്രൈം അല്ല. ഡിവിസിബിൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 97 ഈസ് എ പ്രൈം. അതുപോലെ വേറെ എക്സാമ്പിൾ ഈസ് 301 എ പ്രൈം. അപ്പോൾ 301 റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. വിൽ ഗെറ്റ് ദ വാല്യൂ 17. 17 സ്ക്വയർ വരുന്നത് 289 ആണ്. പിന്നെ വരുന്ന 18 ആണ്. അപ്പോൾ 301 കടന്നു പോകും. അപ്പോൾ ഇവിടെ 17 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് 2, 3, 5, 7, 11, 13 and 17. ഇനി നമ്മളിവിടെ ഈ നമ്പേഴ്സൊക്കെ എടുത്ത് 301 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. നമ്പേഴ്സ് 2, 3 and 5 ഡു നോട്ട് ഡിവൈഡ് 301 ബട്ട് 7 ഡസ്. അപ്പോൾ ഈ 301 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 2, 3, 5 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തന്നെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രൈം അല്ല എന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ ഈ നമ്പേഴ്സിനെ കൊണ്ട് ഒന്നും 301 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നമുക്കത് പ്രൈം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 301 ഈസ് നോട്ട് എ പ്രൈം. അപ്പോൾ ചെക്കിംഗ് ഫോർ പ്രൈംനെസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്തു. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, ആ സ്ക്വയർ റൂട്ടിനേക്കാളും ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഇനി അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, സീവ് ഓഫ് ഇറാത്തോസ്തനീസ്. അപ്പോൾ ഗ്രീക്ക് മാത്തമാറ്റീഷ്യനാണ് ഇറാത്തോസ്തനീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തതും ഒരു n എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ n-നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേരാണ് സീവ് ഓഫ് ഇറാത്തോസ്തനീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടേബിൾ എഴുതണം. നമുക്ക് ഏതാണോ തന്നേക്കുന്ന n, നമ്മൾ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോളസ്റ്റ് പ്രൈം. 2 മുതൽ നമുക്ക് തന്നിട്ടുള്ള n വരെ നമ്മൾ ഇങ്ങനെ ഒരു ടേബിളായിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ 2 മുതൽ 10, then 11 to 20, 21 to 30, അങ്ങനെ 91 to 100 വരെ നമ്മൾ എഴുതും. ബിക്കോസ് വി നീഡ് ടു ഫൈൻഡ് ദ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100. നെക്സ്റ്റ് നമ്മൾ ഹയസ്റ്റ് ലിമിറ്റ് എന്തോ 100 ആണ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പർ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 100 കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഈ 10-നേക്കാളും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ദാറ്റ് ഈസ് 2, 3, 5 and 7. അപ്പോൾ ഈ 4 നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിലുള്ള ഏതെല്ലാം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് എന്ത് പറയാം? പ്രൈം അല്ല എന്ന് പറയാം. അപ്പോൾ അവരെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ 2 എടുക്കുക, 2നെ കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാവരെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. 3 എടുക്കുക, 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാവരെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. അതേപോലെ 5നും 7ൻ്റെയും കേസിൽ ചെയ്യുക. അപ്പോൾ ഈ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ളത് മാത്രം ആൾക്കാരാണോ അത്രയും നമ്പേഴ്സ് ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ഔട്ട് ഓൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. 2നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് 2 ഈസ് എ പ്രൈം. അതുകൊണ്ടാണ് എക്സെപ്റ്റ് 2 എന്ന് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്മൾ അവിടെ തന്നെ വെച്ചു. ഇനി 2ൻ്റെ
മൾട്ടിപ്പിൾസ് വേറെ ഏതൊക്കെ ഇതിൻ്റെ അകത്ത് വരും, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു താഴേക്ക് കാണുന്നതെല്ലാം, ഈ കോളത്തിലുള്ളതെല്ലാം 12, 22, 32, 42 ഇത് ഫുൾ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. അതുപോലെ ഈ കോളത്തിലുള്ളതും എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 6ൻ്റെ കോളത്തിലുള്ളതും എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, അതിനെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 8 കൊണ്ടുള്ള കോളത്തിലേയും പോയി, അതുപോലെ 10ൻ്റെ കോളത്തിലേയും പോയി. അപ്പോൾ ഈ ഇത്രയും കോളംസ് ഓൾറെഡി നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്പിൾ ആയതുകൊണ്ട്, 2 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് അവരെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3 എക്സെപ്റ്റ് 3 ഇറ്റ്സെൽഫ്. അപ്പോൾ നേരത്തെ 2ൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ 3യുടെ കേസിലും ചെയ്യാം. അപ്പോൾ 3 പ്രൈമാണ്, 3 നമ്മൾ അവിടെ തന്നെ വെച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ 6 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 9 ആണ്, അതിന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 12 നമ്മൾ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ടാണ്. നെക്സ്റ്റ് വരുന്നത് 15, അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇനി അടുത്തത് 18 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൾട്ടിപ്പിൾ ഏതാ വരുന്നത് 21 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 24 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 27 നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ കഴിഞ്ഞ ഏതായിരുന്നു 30, അപ്പോൾ അതിന് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. 30 കഴിഞ്ഞാൽ 33ക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. 36 അടുത്ത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 3 വരുമ്പോൾ 39, അത് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 3 കഴിയുമ്പോൾ എന്തായി 42 എത്തി. 42ന് സ്ട്രൈക്ക് ഔട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 കഴിയുമ്പോൾ 45 എത്തി, അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 48 ആണ്, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 51, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ല, നമ്മൾ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 51 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 54 ആണ്, ദാറ്റ് ഈസ് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട്. ദെൻ 55, 56, നെക്സ്റ്റ് 57 വന്നു. 57 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതിനെ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 60, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 63, അതിന് ഓൾറെഡി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്തു. ദെൻ നെക്സ്റ്റ് 66 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വരുന്നത് എന്താ 69, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 3 കൂടി വരുമ്പം 72, 3 കൂട്ടി അങ്ങ് നോക്കിയാൽ മതി, 3യുടെ മൾട്ടിപ്പിൾസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ 72 നമ്മൾ നേരത്തെ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 കഴിയുമ്പോൾ 75 സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ദെൻ 78 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 81 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 84 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ആയിട്ടുണ്ട്. 87 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. പിന്നെ 90 സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. പിന്നെ 93, പിന്നെ 96 ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ 99. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ 5ൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5ൻ്റെ കോളവും നമുക്ക് കളയാം, അതുപോലെ 10ൻ്റെ കോളം നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് എക്സെപ്റ്റ് 5 ആണ്, ബിക്കോസ് 5 ഈസ് എ പ്രൈം. 5ൻ്റെ കോളത്തിൽ 5 അല്ലാണ്ട് ബാക്കിയുള്ള ആരൊക്കെയാണോ അവരെല്ലാം നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ഓൾറെഡി 3യുടെ കേസിൽ കുറേ പേര് പോയിട്ടുണ്ട്. ഇനി അതുകൂടാണ്ട് 10ൻ്റെ കോളം ഓൾറെഡി 2ൻ്റെ കേസിൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. 5ൻ്റെ കേസിൽ അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് വി നീഡ് ടു ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണം 7ൻ്റെ മൾട്ടിപ്പിൾസ് എവിടെയൊക്കെയുണ്ട്, അതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, ക്രോസ് ഔട്ട് ചെയ്യുക. ഇനി 7ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കണ്ട. നെക്സ്റ്റ് വരുന്നത് 14, ദാറ്റ് ഈസ് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് 14 കഴിഞ്ഞ് 21 ആണ്, അതും ഓൾറെഡി പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 28 ആണ്, അതും ഓൾറെഡി പോയി. 28 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 35 ആണ്, അത് 5ൻ്റെ അകത്ത് ഓൾറെഡി പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 42 ആണ്, അത് 2ൻ്റെ കേസിൽ തന്നെ പോയി. നെക്സ്റ്റ് വരുന്നത് 49, അപ്പോൾ അത് ഓൾറെഡി പോയിട്ടില്ലാത്തതാണ്, നമ്മളവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 56 ആണ്, അത് നമ്മൾ നേരത്തെ 2ൻ്റെ കേസിൽ തന്നെ കളഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നത് 63, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അത് നമ്മളിപ്പോൾ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 70, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 70 കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, 77 വരും, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ അത് ചെയ്തു. ഈ 77 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 84 ആണ്, അത് നമ്മൾ നേരത്തെ 4ൻ്റെ കേസിൽ തന്നെ അത് കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 91, അത് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 98, അത് നമ്മൾ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ മൾട്ടിപ്പിൾസിനെ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്രോസ് ഔട്ട് ചെയ്തു. അതായത് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ ക്രോസ് ഔട്ട് ചെയ്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രൈം അല്ല, അതുകൊണ്ടാണ് അവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് മുഴുവൻ കഴിഞ്ഞ് ഈ നമുക്ക് എന്താണോ ഇതിൽ ടേബിളിൽ റിമൈനിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള നമ്പേഴ്സ്, ഇതാണ് നമ്മളുടെ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും, 2, 3, 5, 7, then 11, 13, 17, 19, 23, 29, പിന്നെ 31, 37, 41, 43, 47, then 53, then 59, 61, 67, 71, 73, 79,
83, 89 ആൻഡ് 97. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ലെസ് ദാൻ എ പർട്ടിക്കുലർ നമ്പർ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ലെസ് ദാൻ 100 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 2 മുതൽ 100 വരെയുള്ള എല്ലാ എലിമെൻസിനെയും നമ്മൾ ടേബിളിൽ എഴുതിയത്. ഈ ചിലപ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ 2 ലിമിറ്റും തരും, 20 to 50 എന്ന് പറഞ്ഞാലും ചോദിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം, 20 മുതൽ ടേബിളിൽ സ്റ്റാർട്ട് ചെയ്യുക, 50 കൊണ്ട് ടേബിൾ അവസാനിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലിമിറ്റ് എന്താണോ ലിമിറ്റ് വെച്ച് നമുക്ക് അതിൻ്റെ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ കണ്ടുപിടിക്കുക. അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പ്രൈം നമ്പേഴ്സ് വെച്ച് അതിൻ്റെ മൾട്ടിപ്പിൾസിനെ ഏതെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. റിമൈനിങ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്താണോ അത് ആ ടേബിളിൽ ബാക്കി എന്തുണ്ടോ അതായിരിക്കും നമ്മളുടെ ലെഫ്റ്റ് ഓവേഴ്സ് അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് പ്രൈം നമ്പേഴ്സ് അല്ലെ പ്രൈംനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച്. സി ഓഫ് ഇറാത്തോസ്തനീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം.